Good morning, dear students. Let's study about the topic on secret reserves. Object of creating secret reserves, dangers of creating secret reserves or objections to create secret reserve. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ ഒരു റിസർവ്സിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും മറ്റുള്ള കമ്പനികളും റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ ഏതെല്ലാം റിസർവ്സുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് എന്ന് പറഞ്ഞു. അതിൽ റിസർവ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവ്, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട് ഓർ ഡെവലപ്മെൻറ്റ് ഫണ്ട്, ക്യാപിറ്റൽ റിസർവ് ഓർ സീക്രട്ട് റിസർവ്. ലാസ്റ്റ് സീക്രട്ട് റിസർവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സീക്രട്ട് റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹിഡൻ റിസർവ്, ഇന്നർ റിസർവ് ഓർ ഇൻറ്റേർണൽ റിസർവ്സ്. ഈ റിസർവ്സുകൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ വളരെ ക്ലിയറായിട്ട് റിസർവ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് മറ്റുള്ള റിസർവ്സുകൾ കാണുന്നത് പോലെ കാണാനായിട്ട് കഴിയില്ല. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി റിസർവ് വിച്ച് ഈസ് നോട്ട് അപ്പാരൻറ്റ് ഓൺ ദി ഫേസ് ഓഫ് ബാലൻസ് ഷീറ്റ്. So, the close and intelligent scrutiny will disclose the existence of secret reserves. If there is a secret reserves maintained, we have to examine very closely and intelligently to disclose the existence of secret reserves. Then, generally, secret reserves is maintained by joint stock company which are functioning in the financial sectors like bank, insurance company, etc. സാധാരണയായിട്ട് ഈ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് കമ്പനീസ് ആക്ട് പ്രകാരം പെർമിറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്കിങ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലെ തന്നെയുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനികൾ, ഇലക്ട്രിസിറ്റി കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികൾക്കാണ്. അവർക്കാണ് ജനറൽ റിസർവ്സുകൾ അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് പോലെ സീക്രട്ട് റിസർവ്സുകളും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പവർ ഉള്ളത്. അതാണ് കമ്പനീസ് ആക്ട് അനുവദിക്കുന്നുള്ളൂ. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിലൊന്നും ഈ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ റൂൾ അനുവദിക്കുന്നില്ല. ബിക്കോസ് ഓഫ് ദി ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ്സ് വിൽ ഹെൽപ്പ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി കൺസേൺ. അപ്പം എന്തിനു വേണ്ടിയാണ് ഈ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സീക്രട്ട് റിസർവ്സുകൾ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി, ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ സീക്രട്ട് റിസർവ്സുകൾ ഒരു ഫേമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഫേമുകളാണെന്ന് നമുക്കറിയാം. ബാങ്ക്, ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ കമ്പനീസ് ആർ പെർമിറ്റഡ് ടു ക്രിയേറ്റ് സീക്രട്ട് റിസർവ്സ് ഇൻ കീപ്പിംഗ് ഇൻ ദ വ്യൂ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഇങ്ങനെയുള്ള കമ്പനികൾക്കാണ് സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള റൈറ്റ്. അപ്പോൾ ആ സീക്രട്ട് റിസർവ്സുകൾ എന്തിനു വേണ്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്സ്. There are so many objects to create the secret reserves. Number 1, to strengthen the financial position. Number 2, to meet unforeseen contingencies. Number 3, to equalize dividend. Number 4, to avoid competition. 4 ഒബ്ജക്റ്റുകളാണ് മെയിനായിട്ടും സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ളത്. സ്ട്രെങ്തൻ ഫിനാൻഷ്യൽ പൊസിഷൻ. As it increases the working capital of the company, it helps the increasing the financial strength of the company. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ സീക്രട്ട് റിസർവ്സ്. കാരണം സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. ആ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കഴിയും. നമ്പർ 2, ടു മീറ്റ് അൺഫോർസീൻ കോണ്ടിജൻസീസ്. അൺഫോർസീൻ ആയിട്ടുള്ള ഈവൻറ്റുകൾ, ആക്ഷൻസുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഷെയർ ഹോൾഡേഴ്സിന് ഒരു നഷ്ടമൊന്നുമില്ലാതെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആകുന്നതാണ് ക്രിയേഷൻ ഓഫ് ദ സീക്രട്ട് റിസർവ്സ്. Number 3, to equalize dividend.
That is, if any year the profit of the company is insufficient, the directors can utilize the secret reserves to keep up the rate of dividend in the lean year. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിലാണ് സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തതുള്ളൂ. പക്ഷേ മറ്റുള്ള കമ്പനികളിൽ അവരുടെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി നൽകുമ്പോൾ ആ എമൗണ്ട് ഇൻസഫിഷ്യൻ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് സീക്രട്ട് റിസർവ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഡിവിഡൻഡ് നൽകാനായിട്ട് കഴിയും. കറക്റ്റ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹെൽപ്ഫുള്ളാണ് സീക്രട്ട് റിസർവ്സുകൾ. ലാസ്റ്റ് വൺ പോയിൻ്റ്, ടു അവോയ്ഡ് കോമ്പറ്റീഷൻസുകളെ അവോയ്ഡ് ചെയ്യാം. കാരണം സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫേമുകൾ അവരുടെ റിയൽ പ്രോഫിറ്റ് അല്ല ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ആസ് ദ ട്രൂ പ്രോഫിറ്റ് വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ്, ദ കമ്പനി ക്യാൻ വിത്ത് ഹോൾഡ് ദ സീക്രട്ട് ഓഫ് ഇറ്റ്സ് പ്രോഗ്രസ് ഫ്രം ദ കോമ്പറ്റീറ്റേഴ്സ്. റിയൽ ആയിട്ടുള്ള പ്രോഫിറ്റ് കാണിക്കാത്തത് കൊണ്ട് കോമ്പറ്റേറ്റേഴ്സിന് അറിയില്ല ഫേമിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രെങ്ത്ത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വലിയ ഹൈലി സ്ട്രെങ്ത് ആയിട്ടുള്ള കമ്പനികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഒബ്ജക്ട്സ് ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീക്രട്ട് റിസർവ്സുകൾ സാധാരണയായിട്ട് അസറ്റ്സുകൾ അണ്ടർ വാല്യൂ ചെയ്തുകൊണ്ടും ബാലൻസ് ഷീറ്റിലെ അസറ്റ്സുകളെ ഒമിറ്റ് ചെയ്തുകൊണ്ടും ലാബിലിറ്റീസുകളെ ഓവർ വാല്യൂ ചെയ്തുകൊണ്ടും ആയിരിക്കും. അങ്ങനെയുള്ള ചില മെത്തേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സീക്രട്ട് റിസർവ്സുകൾ അസറ്റ് സൈഡിൽ സപ്രസ് ചെയ്തുകൊണ്ടും ലാബിലിറ്റി സൈഡിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുമാണ് ഈ പറയുന്ന സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ എക്സിസ്റ്റൻസ് ഓഫ് സീക്രട്ട് റിസർവ്സ് ഈസ് നോട്ട് അപ്പാരൻറ്റ് ഓൺ ദി ഫേസ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. On a close and intelligent scrutiny can find out its existence. Okay. Then next, danger of creating secret reserves or objections to create secret reserves. ഒരു ഫേമിൽ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പൊസിഷൻ എന്നുള്ളതാണ്. അത് സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഡിസഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒബ്ജക്ഷനുള്ള റീസൺസുകൾ എന്താണ്? അതാണ് നമ്മളിവിടെ പറയുന്നത് ഡേഞ്ചർ ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്സ് ഓർ ഒബ്ജക്ഷൻസ് ടു ക്രിയേറ്റ് സീക്രട്ട് റിസർവ്. ഓക്കെ, നോക്കാം. നമുക്കറിയാം കമ്പനീസ് ആക്ട് പ്രകാരം സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. കമ്പനീസ് ആക്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ് സീക്രട്ട് റിസർവ്സിൻ്റെ ക്രിയേഷൻ. അതേപോലെ തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും. ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ്സ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ദ കമ്പനീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്ര. ഓൺലി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് കമ്പനീസ് ആർ പെർമിറ്റഡ് ടു ക്രിയേറ്റ് സീക്രട്ട് റിസർവ്സ് കീപ്പിംഗ് ഇൻ വ്യൂ ദ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇൻഷുറൻസ് കമ്പനികളും ബാങ്കിങ് കമ്പനികളും ഫൈനാൻഷ്യലായിട്ടുള്ള കമ്പനികൾ, ഇലക്ട്രിസിറ്റി കമ്പനികൾ, ഇത്തരം കമ്പനികളെയാണ് സീക്രട്ട് റിസർവ്സുകൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആക്ട് പ്രകാരം പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഒരുപാട് റീസൺസുകളുണ്ട്. ആ റീസൺസുകളാണ് ഇവിടെ പറയുന്നത്. ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ്സ് are objected because of the following reason. First reason is that if the secret reserves are created, the profit and loss account of the concern will not give a true and fair view of the profit or loss of the concern. സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫേമുകളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ പ്രോഫിറ്റ് ആയിരിക്കില്ല എക്സിബിറ്റ് ചെയ്യുന്നത്. കാരണം പ്രോഫിറ്റിനെ സപ്രസ് ചെയ്തുകൊണ്ട്, അസറ്റ്സിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂ ചെയ്തുകൊണ്ട്, ലാബിലിറ്റീസുകളെ എക്സസ് ചെയ്തുകൊണ്ടും എക്സ്പെൻസുകളെ എക്സസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് it does not give a true and fair view of the profit or loss of that concern.
That is the first object against the creating secret reserve. Okay. Number 2, the balance sheet will not disclose the true and fair view of the financial position of the company. As in the case of the profit and loss account, the balance sheet also will not disclose the true and fair view of the financial position of the company. കാരണം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂഡ് ആണ്, ലാബിലിറ്റീസിൻ്റെ വാല്യൂ എക്സിസിങ് ആണ്, അപ്രീഷിയേറ്റിംഗ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് എന്തിനാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. സോ ബാലൻസ് ഷീറ്റ് വിൽ നോട്ട് ഡിസ്ക്ലോസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. That is next, third one, creation of secret reserves will lead to fall in the market value of shares. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളിങ് ചെയ്യുന്നുണ്ട്. കാരണം പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ പ്രോഫിറ്റബിലിറ്റിയെ സപ്രസ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് കുറയും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചർ ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്സ് ഈസ് ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ് വിൽ ലെഡ് ടു a fall in the market value of shares. Another one, fourth point is that creation of secret reserve led to lowering the dividend so that the directors may indulge in speculation in the shares of the company. സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫേമുകളിൽ ഡിവിഡൻഡ് കുറവായിരിക്കും. ഡിവിഡൻഡ് കുറയാനുള്ള കാരണം പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിലാണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് റിയൽ ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി കാണിക്കാത്തത് കൊണ്ട് തന്നെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡിവിഡൻറ്റിൻ്റെയും റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് ഡയറക്ടേഴ്സിന് ആ കമ്പനികളുടെ ഷെയർസുകളുടെ മാർക്കറ്റ് വാല്യൂ ഒരു റിയൽ വാല്യൂവിലായിരിക്കില്ല മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പെക്കുലേഷൻ പ്രൈസൊക്കെ നൽകിക്കൊണ്ടായിരിക്കും ഡയറക്ടേഴ്സ് ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദ ഡയറക്ടേഴ്സ് മേ ഇൻഡൽജ് ഇൻ സ്പെക്കുലേഷൻ ഇൻ ദ ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ റിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറയുന്നതും ഒറിജിനലി ഇൻവെസ്റ്റേഴ്സിന് കാണാനായിട്ട് കഴിയില്ല. ഷെയർ ഹോൾഡേഴ്സിന് ഒറിജിനലായിട്ടുള്ള ഡിവിഡൻഡ് നൽകാനും കഴിയില്ല. അതുകൊണ്ട് ഡയറക്ടേഴ്സിന് ആ ഷെയർസിൻ്റെ കമ്പനിയുടെ ഷെയർസിൻ്റെ പ്രൈസിൽ ഒരു സ്പെക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജാണ്. ഇതാണ് നമുക്ക് 4 പോയിന്റുകൾ ഇവിടെ പറഞ്ഞത്. ഡേഞ്ചർ ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്സ്. ഫിഫ്ത്ത് പോയിന്റ്, വെൻ എ സീക്രട്ട് റിസർവ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഒമിറ്റിംഗ് a fixed asset altogether, the auditor will not verify their existence of such an asset and later such asset may be misappropriated. സീക്രട്ട് റിസർവ്സുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അസറ്റ്സുകൾ എന്ത് ചെയ്യുന്നത്, ഒമിറ്റിംഗ് ചെയ്യുന്നത്. By omitting some of the asset from the balance sheet is one of the method of creating secret reserves. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓഡിറ്റർക്ക് അസറ്റിൻ്റെ വാല്യൂ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ചെയ്യുമ്പോൾ ഓരോ അസറ്റിൻ്റെയും എക്സിസ്റ്റൻസ്, അതിൻ്റെ റിയൽ വാല്യൂ ആയിരിക്കും അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ അസറ്റിനെ ഒമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ദ ഓഡിറ്റർ വിൽ നോട്ട് വെരിഫൈ ദയർ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് ആൻ അസറ്റ് ആൻഡ് ലേറ്റർ സച്ച് അസറ്റ് മേ ബി മിസ്അപ്രോപ്രിയേറ്റഡ്. ഓഡിറ്റർക്ക് അസറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനോ അതിൻ്റെ ഒറിജിനാലിറ്റി, അത് റിയൽ ആയിട്ടുള്ളൊരു അസറ്റാണ് ഫേമിന് എന്നുള്ളത് എൻഷുർ ചെയ്യാനോ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഫേമിൽ ഇത്തരത്തിലുള്ള അസറ്റുകൾ മിസ്അപ്രോപ്രിയേഷൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു റീസണാണ്. അതുകൊണ്ട് തന്നെയാണ് സീക്രട്ട് റിസർവ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ എതിർക്കുന്നത്. സിക്സ്ത് പോയിന്റ്,
If the secret reserves is created by undervaluing fixed asset, if an accidental loss is incurred, the insurance company will pay compensation on the basis of the value as shown by the balance sheet, which result in a loss to the company. സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂ ചെയ്യുന്നത്. അപ്പം അണ്ടർ വാല്യൂ ചെയ്യുന്ന ഒരു സ്ഥാപനം ഇൻഷുറൻസ് കമ്പനികൾ പോലുള്ള കമ്പനികൾക്ക് സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിയമം പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫേമുകൾക്ക് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആക്സിഡൻ്റൽ ലോസുകളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ എന്താണോ ഏത് ടൈപ്പുള്ള അസറ്റുകളാണോ അതിൻ്റെ വാല്യൂവിൻ്റെ ബേസിലാണ് കോമ്പൻസേഷൻ നൽകുന്നത്. അപ്പോൾ കോമ്പൻസേഷൻ നൽകാൻ കഴിയാതെ വരികയും അങ്ങനെയുള്ള ഒരു ലോസ് സംഭവിക്കുകയും ഇത്തരം കമ്പനികൾക്കുണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു ഒബ്ജക്ഷനാണ്. സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫിക്സഡ് അസറ്റുകളെ അണ്ടർ വാല്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആക്സിഡൻ്റൽ ലോസുകളൊക്കെ ഇൻഷുറൻസ് കമ്പനികൾക്ക് സംഭവിക്കുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. കോമ്പൻസേഷൻ നൽകുന്നത് കമ്പനി എത്ര ലോസാണോ ഒറിജിനലി സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 7th പോയിൻ്റ് പറയുന്നത് shareholders will not get their due share of the profit when the secret reserves is created. Shareholders will get the benefit of the reserves only later. ഷെയർഹോൾഡേഴ്സിന് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിലായിരിക്കണം എന്ത് നൽകേണ്ടത്, ഡിവിഡൻഡ് നൽകേണ്ടത്. അപ്പോൾ ഡിവിഡൻഡ് നൽകണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം. പക്ഷേ സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫേമുകളുടെ പ്രോഫിറ്റ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്ലിയർ അല്ല ഷെയർ ഹോൾഡേഴ്സിന്. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് ഗെറ്റ് ദയർ ഡ്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ്. സോ ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് സീക്രട്ട് റിസർവ് ഓൺലി ലേറ്റർ. അവർക്ക് റിയലായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി അവൈലബിൾ ആകാത്തത് കൊണ്ട് സീക്രട്ട് റിസർവ്സിൻ്റെ ബെനിഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ അല്ല. അവർക്ക് പിന്നീടായിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ലോ ഡിവിഡൻഡ് അവൈലബിൾ ആകുന്ന ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസുകൾ വിൽപ്പന നടത്താനായിട്ട് സന്നദ്ധരാവുകയാണ്. അത് ശരിക്കും കാരണം അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ലോസ് ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസുകൾ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നൊരു പ്രോബ്ലമാണ്. ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഒറിജിനൽ ഡിവിഡൻഡ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ അവരുടെ ഷെയറിൻ്റെ പ്രോഫിറ്റ് കിട്ടാതെ വരിക. ആ കിട്ടാതെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ഷെയർസുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ നിന്നും അത് ഡിസ്പോസ് ചെയ്യാനും വേറൊരു കമ്പനിയിൽ പോയി ഡിസ്പോസ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് reason low dividend and supposed bad position of the company may lead it into crisis, especially if it is a banking company. നമുക്കറിയാം ബാങ്കിങ് കമ്പനി പോലുള്ള കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, അതർ ഫൈനാൻഷ്യൽ സെക്ടേഴ്സിൽ വരുന്ന കമ്പനികൾക്ക് സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ബാങ്കിങ് കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ക്രൈസിസിലേക്കാണ് നയിക്കുന്നത്. കാരണം ലോ ഡിവിഡൻഡ് നൽകുന്നതും ഒരു ബേഡ് പൊസിഷനാണ് കമ്പനിക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതും ഒരു ക്രൈസിസിലേക്ക് നയിക്കുന്നതാണ്. ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസുകൾ വിഡ്രോ ചെയ്യുന്നതിനും അതേസമയം പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസുകൾ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതിനും സന്നദ്ധരായി തീരും. നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മറ്റുള്ള കമ്പനികളിലേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോബ്ലം ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യുകയും ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള ക്രൈസിസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് 9th പോയിൻറ്റ്,
Directors may use the secret reserves for concealing the loss arising because of their negligence. സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫേമുകളിൽ ആക്ച്വലി ലോസുകൾ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോസുകൾ മനസ്സിലാക്കാനായിട്ട് ഡയറക്ടേഴ്സിന് കഴിയാതെ വരുന്നു. സീക്രട്ട് റിസർവ്സുകൾ ലോസുകൾ കൺസീൽ ചെയ്യുന്നതിനും വേണ്ടി അവർ ഉപയോഗിക്കാം. കാരണം ഒറിജിനലായിട്ടുള്ള പ്രോഫിറ്റ് അല്ല കാണിക്കുന്നത്. പക്ഷേ ആ പ്രോഫിറ്റ് ഇല്ലാത്ത ഫേമുകൾക്ക് ചിലപ്പോൾ ലോസാണ് എന്നുണ്ടെങ്കിലും അതും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നെഗ്ലിജൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അത് ഫേമിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള സെറ്റപ്പിനെ അഫക്റ്റ് ചെയ്യുന്നു. ഫേം ഒരു ലോസിലേക്ക് ലീഡിങ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതാണ് 9th പോയിന്റ്. ഡയറക്ടേഴ്സ് മേ യൂസ് ദ സീക്രട്ട് റിസർവ്സ് ഫോർ കൺസീലിംഗ് ദ ലോസ് arising because of their negligence. Last point, 10th point, creation of the secret reserves is prohibited under the Companies Act except in the case of banking, insurance and finance companies. സീക്രട്ട് റിസർവ്സുകൾ എല്ലാ കമ്പനികൾക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. കമ്പനീസ് ആക്ട് പ്രകാരം, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ പെർമിറ്റ് ചെയ്യുന്നില്ല. അതേസമയം കമ്പനീസ് ആക്ട് പ്രകാരം ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് കമ്പനികളെ മാത്രമാണ് സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പോയിൻ്റുകൾ മനസ്സിലാക്കുമ്പോൾ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അഡ്വാൻറ്റേജുകളല്ല, ആക്ച്വലി ഡിസഡ്വാൻറ്റേജുകളാണ് ഒരു സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ഒബ്ജക്റ്റുകളും ഉണ്ട്. അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനും അൺഫോർസീൻ എമർജൻസീസുകൾ മീറ്റ് ചെയ്യുന്നതിനും ഡിവിഡൻഡ് ഈക്വലൈസ് ചെയ്യുന്നതിനും കോമ്പറ്റീഷൻസുകൾ അവോയ്ഡ് ചെയ്യുന്നതിനും ഹെൽപ്ഫുള്ളാണ്. പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡിനെ എഫക്റ്റ് ചെയ്യുകയും മാർക്കറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനും മാർക്കറ്റ് വാല്യൂ ഫോളോയിങ് ചെയ്യുന്നതിനും ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നതിനും ഫേമിൻ്റെ ഒരു അട്ടറായിട്ടുള്ള ലോസിലേക്കും അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടി ഡയറക്ടേഴ്സ് തന്നെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് യൂസ്ഫുൾ ആവുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സീക്രട്ട് റിസർവ്സിൻ്റെ ഒബ്ജക്റ്റ്, ദെൻ ഡേഞ്ചർ ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്സ് അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് സീക്രട്ട് റിസർവ്സ്. സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫേമുകളിൽ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റുകൾ. ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് സീക്രട്ട് റിസർവ്സ്. സീക്രട്ട് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫേമുകളിൽ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയതാണ് പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ കമ്പനീസ് ആക്ട് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്രിയേഷൻ ഓഫ് സീക്രട്ട് റിസർവ്സ്. പക്ഷേ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഫിനാൻസ് കമ്പനികളിൽ എന്ത് ചെയ്യാവുന്നതാണ്? സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓഡിറ്റർ സേഫാണ്. കാരണം ഇതല്ലാത്ത കമ്പനികളിൽ ഓഡിറ്റർക്ക് ആ പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓഡിറ്റർക്ക് സീക്രട്ട് റിസർവ്സുകളില്ലാത്ത ഫേമുകളിൽ അതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതും ഫൈനാൻഷ്യലായിട്ടുള്ള പൊസിഷൻ ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഈ സീക്രട്ട് റിസർവ്സുകൾക്ക് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും റൂളുകൾ അപ്ലൈ ചെയ്യുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്റ്റുകൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് എനിത്തിങ് കോൺട്രറി ടു ദിസ് ഹാസ് ബീൻ ഡൺ ഹി മെൻഷൻ ദ ഫാക്ട് ഇൻ ഹിസ് റിപ്പോർട്ട്. ബാങ്കിങ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, ഫിനാൻസ് കമ്പനി, അങ്ങനെയുള്ള കമ്പനികളിൽ മാത്രമാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ഓവർ വാല്യൂ ചെയ്തുകൊണ്ടോ ലാബിലിറ്റീസുകൾ അണ്ടർ വാല്യൂ
അസറ്റിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂ ചെയ്തുകൊണ്ടോ ലാബിലിറ്റീസുകൾ ഓവർ വാല്യൂ ചെയ്തുകൊണ്ടോ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ചില കമ്പനികൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റർ മെൻഷൻ ചെയ്യേണ്ടതാണ്, റിപ്പോർട്ടിൽ അത് ആഡ് ചെയ്ത് ആ ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. Then next, if he finds the presence of secret reserves in the financial statement and does not disclose the fact in his report and certifies the balance sheet are showing a true and fair view of affairs, he would be making false statement as some of the assets are undervalued and some of the liabilities are overvalued. ഓഡിറ്റർ സീക്രട്ട് റിസർവ്സിൻ്റെ പ്രസൻസ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് എന്നിട്ട് ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് ഓഡിറ്റർ ചെയ്യുന്നത്. ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വാല്യൂ അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളതും ദെൻ ലാബിലിറ്റീസുകൾ ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന സ്ഥാനത്ത് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഓഡിറ്റർ നൽകുന്നത്. സീക്രട്ട് റിസർവ്സുകളുടെ പ്രസൻസ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഉണ്ടായിട്ട് പോലും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്ററുടെ നെഗ്ലിജൻസ് കൊണ്ട്, ഡെലിബറേറ്റ് ആയിട്ടുള്ള നെഗ്ലിജൻസ് കൊണ്ടോ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയിലോ ഉണ്ടാകുന്ന അപാകതകളാണെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റർക്ക് ഒരു ലാബിലിറ്റി ആയിട്ട് എറൈസ് ചെയ്യുന്നതാണ്. സിവിൽ ലാബിലിറ്റി ആണോ ക്രിമിനൽ ലാബിലിറ്റി ആണോ എന്നുള്ളത് ഓഡിറ്റർ ചെയ്തിട്ടുള്ള നേച്ചർ ഓഫ് ആക്ടിൻ്റെ ബേസിലായിരിക്കും അതിനെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് പറയാനുള്ളത്. ദ ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ദി secret reserves. First one, even in the case of banking, insurance and or other companies, the auditor should inquire into the necessity of creating such a reserves. ബാങ്കിങ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻസ് കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളിൽ സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ നെസസിറ്റി എന്താണെന്നുള്ളത് ഓഡിറ്റർ എൻക്വയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലാണ് ഓഡിറ്റർ വെരിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ സീക്രട്ട് റിസർവ്സുകൾ ഉണ്ടെങ്കിൽ ആ സീക്രട്ട് റിസർവ്സുകൾ എന്തുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഓഡിറ്റർ എസ്പെഷ്യലി ചെക്കിങ് ചെയ്യേണ്ടതാണ്. നമ്പർ 2 പറയുന്നത് ഹി ഷുഡ് സ്റ്റഡി ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ thoroughly examine and the legality of creating secret reserves and ensure that the intention of the directors in this regard are honest. കമ്പനികളുടെ കേസുകളിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തറോലി എക്സാമിൻ ചെയ്യണം. കാരണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ലോഫുൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൻ്റെ ലീഗാലിറ്റിയെ ഓഡിറ്റർ കൺസിഡർ ചെയ്യണം, പരിശോധിക്കണം. അതുപോലെ തന്നെ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേമുകളിൽ അത് സ്പെഷ്യലായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് പോയിൻ്റ് അതാണ് പറയുന്നത്, ഹി ഷുഡ് സ്റ്റഡി ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തറോലി ആൻഡ് എക്സാമിൻ ദ ലീഗാലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് secret reserves. Another one, for third point, he should make a detailed study as to know how a secret reserve is created, either by undervaluing the asset or by overvaluing the asset. അസറ്റുകളെ വാല്യൂ അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ, ലാബിലിറ്റീസുകളും അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളത് ഓഡിറ്റർ വളരെ വ്യക്തമായി ചെക്കിങ് ചെയ്യേണ്ടതാണ്. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെയാണ് സീക്രട്ട് റിസർവ്സുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ആഫ്റ്റർ ഡിറ്റക്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ദ സീക്രട്ട് റിസർവ് he should make a discussion with the management and go deep into the policy and practice behind it. ഫേമിൻ്റെ
ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ സീക്രട്ട് റിസർവ്സുകളുടെ സാന്നിധ്യം ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് മാനേജ്മെൻറ്റുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ പിന്നിൽ ഉള്ള പോളിസി അത് നിയമാനുസൃതം തന്നെയാണോ ഈ പറയുന്ന കമ്പനികൾ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്ര ആയിരുന്നു എന്നുള്ളതും എല്ലാം ഒന്ന് എക്സാമിൻ ചെയ്യേണ്ടതാണ്. അത് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടതും മാനേജ്മെൻറ്റുമായിട്ടൊരു ഡിസ്കഷൻ ചെയ്യേണ്ടതും. ഫിഫ്ത്ത് പോയിൻറ്റ്, ഇഫ് എനി പാർട്ട് ഓഫ് ദ സീക്രട്ട് റിസർവ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ടു മീറ്റ് ബേർഡൻ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആൻഡ് മസ്റ്റ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ എക്സ്പെൻസുകളെ ഇൻക്രീസ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ലോസുകളെ ഇൻക്രീസ് ചെയ്ത് കാണിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയുന്ന പോയിൻ്റാണ് ഈ പറഞ്ഞത്. ഇഫ് എനി പാർട്ട് ഓഫ് സീക്രട്ട് റിസർവ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ടു മീറ്റ് ദ ബേർഡൻ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അങ്ങനെയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ലോസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സീക്രട്ട് റിസർവ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ബേർഡൻ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ബാലൻസ് ഷീറ്റിൽ വളരെ കൃത്യമായിട്ട് കാണിക്കേണ്ടതാണ്. അനദർ വൺ, ഇഫ് ഹീ ഷുഡ് try to collect every minute information about the creation of the secret reserves. സീക്രട്ട് റിസർവ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ പോയിൻറ്റുകളും വളരെ കൃത്യമായിട്ട് പങ്ക്ച്വലായിട്ട് ഓർഡർ വൈസ് പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് കളഞ്ഞതിന് ഈ പറയുന്ന സീക്രട്ട് റിസർവ്സുകൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ, ലോസുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസുകളും, മൈന്യൂട്ടായിട്ടുള്ള ഇൻഫർമേഷൻസുകളും കളക്ട് ചെയ്യേണ്ടതും അത് ചെക്ക് ചെയ്യേണ്ടതും ആണ്. സെവൻത്ത് പോയിൻറ്റ്, ഇൻ ദ കേസ് ഓഫ് ദി കമ്പനീസ് അതർ ദാൻ ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ്, ഈവൻ ദോ ഇറ്റ് ഈസ് ഫെൽറ്റ് അബ്സല്യൂട്ട്ലി നെസസിറ്റി ടു ക്രിയേറ്റ് ദ സീക്രട്ട് റിസർവ്സ്. സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കിങ് കമ്പനികൾ, അതർ കമ്പനികൾ വളരെ കൃത്യമായിട്ട് തന്നെയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വാലിഡായിട്ടുള്ള സീക്രട്ട് റിസർവ്സ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഓഡിറ്റർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ തയ്യാറാക്കാൻ കമ്പനിയോട് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ സീക്രട്ട് റിസർവ്സിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആരായാൻ ഉള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ അത് മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള സീക്രട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഡിമാൻഡ് കമ്പനിയോട് ഓഡിറ്റർക്ക് നൽകാവുന്നതാണ്. ദാറ്റ് ഈസ് ദ സെവൻത്ത് പോയിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റർ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനലൈസ് ചെയ്യേണ്ട പോയിൻറ്റുകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതൊരിക്കലും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ സീക്രട്ട് റിസർവ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ the cooperative auditors are free from the examination of the presence of secret reserves in the books of account. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുമ്പോൾ ഇങ്ങനെയുള്ള സീക്രട്ട് റിസർവ്സിനെ കുറിച്ചുള്ള ഒരു പരാതി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ സീക്രട്ട് റിസർവ്സുകളെ കുറിച്ചുള്ള ഒരു നെഗ്ലിജൻസ് അവരുടെ ഫങ്ഷനിൽ വരാനുള്ളൊരു സാധ്യത വരുന്നില്ല. നമുക്ക് നോക്കേണ്ടത് ഈ സീക്രട്ട് റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കറിയാം പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗമൊക്കെ ആയിരിക്കും മാറ്റിവെക്കുന്നത്, അല്ലെങ്കിൽ അസറ്റുകളുടെ വാല്യുവേഷൻ അല്ലെങ്കിൽ ലാബിലിറ്റീസിൻ്റെ വാല്യുവേഷനിലൊക്കെ ഒരു മിസ്അപ്രോപ്രിയേഷൻ വരുത്തിക്കൊണ്ടാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു മിസ്അപ്രോപ്രിയേഷൻ ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള റിസർവ്സുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതായത് ജനറൽ റിസർവ്സുകൾ,
മറ്റുള്ള സ്റ്റാറ്റ്യൂട്ടറി എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന റിസേർവ്സുകളും നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന റിസേർവ്സുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 56, റൂൾ 53, KCS റൂൾ 1969 ആൻഡ് ദ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ്, കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള സൊസൈറ്റിയുടെ ബൈലോ, ഇതെല്ലാം മറ്റുള്ള റിസർവ്സുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് പ്രതിപാദിക്കേണ്ടതാണ്. ക്രിയേഷൻ ഓഫ് ദി വാരിയസ് റിസർവ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അവൈലബിലിറ്റി ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ്. അപ്പോൾ ആക്ട് ആൻഡ് റൂൾസിൽ സെക്ഷൻ 56ഉം റൂൾ 53യും ഒരു സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ചുള്ള വേരിയസ് പ്രൊവിഷൻസുകളും റൂൾസുകളാണ് പറയുന്നത്. കൂടാതെ 2014 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിയമങ്ങളിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റുകളുണ്ട്. ആ അമെൻമെൻറ്റുകൾ പ്രകാരവും ആണ് നെറ്റ് പ്രോഫിറ്റിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റുകളെ 2 ഹെഡുകളായിട്ടാണ് തരംതിരിക്കുന്നത്: സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളിൽ വരുന്ന ഐറ്റംസുകൾ ഏതാണ് എന്നുള്ളതും നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന ഐറ്റംസുകൾ ഏതാണെന്നുള്ളതും ഒന്ന് നമുക്ക് ജനറലായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോ റിസർവ്സുകളും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഓഡിറ്ററുടെ വെരിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുകളിലൂടെ പഠിക്കാനുള്ളത്. So, classification of reserves followed by the cooperative institutions are 2. First one, statutory reserves, and second one, non-statutory reserves. നമുക്ക് ആദ്യം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നുള്ളത് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഏതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്: റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിലീഫ് ഫണ്ട്. ഇങ്ങനെയുള്ള ഫണ്ടുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളായിട്ട് മാറ്റിവെക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എന്താ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, statutory reserves means those reserves which are to be constituted compulsorily by statute. According to the KCS Act 1969, Section 56 contains the provisions regarding the disposal of the net profit for the purpose of creation of the various reserves. KCS Act 1969 അതിൽ സെക്ഷൻ 56 ആണ് ഒരു സൊസൈറ്റിയുടെ പ്രോഫിറ്റിനെ ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ വേരിയസ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ പറയുന്നത്. അപ്പോൾ ആ വേരിയസ് ആയിട്ടുള്ള പ്രൊവിഷൻസുകളാണ് ഇവിടെ ആ പറയുന്ന പ്രകാരം മാത്രമേ റിസർവ്സുകൾ കീപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സച്ച് റിസർവ്സ് ആർ നോൺ എസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ്. അപ്പോൾ സെക്ഷൻ 56 പറയുന്ന പ്രൊവിഷൻസുകൾക്ക് വിധേയമായി മാറ്റിവെക്കുന്ന റിസർവ്സുകളാണ് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറയുന്നത്. ആ റിസർവ്സുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ സ്റ്റാറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിസർവ്സുകളാണ് റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിലീഫ് ഫണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ, ബാലൻസ് ഷീറ്റ് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഇഫ് എനി ആഫ്റ്റർ ക്രിയേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് സ്പെസിഫൈഡ് ഇൻ ദി ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടുന്ന പോയിൻ്റ്,
നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ എന്നുള്ളത് നോക്കണം. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവ്സുകളിലേക്ക് മാറ്റിയതിന് ശേഷം എന്തെല്ലാം പർപ്പസുകൾക്ക് വേണ്ടി ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് സൊസൈറ്റിയുടെ ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത് നോക്കണം. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പ്രകാരം അല്ലെങ്കിൽ ബൈലോയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ച് കൊണ്ടും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്റ്റും റൂൾസും അതിലുള്ള പ്രൊവിഷൻസുകൾക്കും അനുസരിച്ച് കൊണ്ട് മാത്രമേ ഈ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് according to the provisions of the bylaw is not compulsory for all types of cooperative institution. അതായത് ബൈലോയിൽ നിഷ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ റിസർവ്സുകൾ കീപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ഇതുപോലെ പ്രൊവിഷൻസുകൾ കീപ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പൾസറി അല്ല. എല്ലാ സൊസൈറ്റീസുകളും നിർബന്ധമായും ഈ പറയുന്ന പ്രൊവിഷൻസുകൾ തന്നെ ഫോളോ ചെയ്യണമെന്നുള്ളത് കമ്പൾസറി അല്ല. പക്ഷേ ഏതെങ്കിലും റിസർവ്സുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൊവിഷൻസുകൾക്ക് വിധേയമായി മാത്രമേ ആ പർപ്പസുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. സോ their constitution depends on the availability of the net profit and the decisions of the managing committee. അപ്പം അങ്ങനെയുള്ള അതർ പർപ്പസുകൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാനേജിങ് കമ്മിറ്റിയുടെ ഡിസിഷൻ പ്രകാരവും അവൈലബിലിറ്റി ഓഫ് ദി പ്രോഫിറ്റ് അനുസരിച്ച് കൊണ്ടും മാത്രമായിരിക്കണം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ദ റിസർവ്സ് ആർ നോൺ ആസ് നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ്. അങ്ങനെയുള്ള റിസർവ്സുകളെ പറയുന്ന പേരാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകൾ. അപ്പോൾ ഏതൊക്കെയാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന റിസർവ്സുകളാണ് ഫസ്റ്റ് വൺ കോമൺ ഗുഡ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റിസർവ്സ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഡിപ്രീസിയേഷൻ റിസർവ്സ് എക്സെട്ര. അപ്പോൾ നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളാണ് നമ്മളിവിടെ പറഞ്ഞ കോമൺ ഗുഡ് ഫണ്ടും ബിൽഡിംഗ് ഫണ്ടും ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ആൻഡ് ഡിപ്രീസിയേഷൻ റിസർവ്സ് എന്ന് പറയുന്നത്. അപ്പം നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it means reserves which are to be maintained for increasing the creditworthiness of the concern, but they are not created compulsorily by statute. ഒരിക്കലും നിർബന്ധപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതല്ല നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകൾ. പക്ഷേ സൊസൈറ്റിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം റിസർവ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ from the profit remaining after constituting statutory reserves, payment of dividend and bonus to members, the creation of other statutory reserves are made. ആദ്യം സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമായിരിക്കണം നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ട റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഡിവിഡൻഡ് അതുപോലെ തന്നെ ബോണസ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അതിന് ശേഷമാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു മെമ്പേഴ്സ് ഈസ് മെയ്ഡ് അറ്റ് ദാറ്റ് റേറ്റ് നോട്ട് എക്സീഡിങ് 25% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിൻ്റെ നിന്ന് നൽകുന്ന ഡിവിഡൻഡ് എത്ര നൽകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് പ്രോഫിറ്റിൻ്റെ എത്ര റേറ്റാണ് എന്നുള്ളത് തന്നെ ആക്ടിൽ പറയുന്നുണ്ട്. 25%-നേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നല്ല ലാഭം ഉണ്ടെങ്കിൽ ഫുൾ ലാഭം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല.
അതുപോലെ തന്നെ ബോണസ് ഷെയർസിനെ കുറിച്ചും ബോണസ് ടു മെമ്പേഴ്സിനെ കുറിച്ചും സെയിം റൂൾ തന്നെ ആക്ടിൽ പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു മെമ്പേഴ്സ് ഈസ് മെയ്ഡ് ഓൺ ദി എമൗണ്ട് ആൻഡ് വോളിയൂം ഓഫ് ബിസിനസ് ഡൺ ബൈ ദം വിത്ത് ദി സൊസൈറ്റിയുടെ ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലാഭം, അതിൻ്റെ എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ ബേസിലാണ് ബോണസ് നൽകേണ്ടതും. അപ്പോൾ ഡിവിഡൻഡ് നൽകേണ്ടത് 25%-നേക്കാൾ എക്സീഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ബോണസ് നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയൂം ഓഫ് ബിസിനസ് എത്രയാണ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, അതിനനുസരിച്ച് കൊണ്ട് മാത്രമേ ബോണസ് നൽകാനും പാടുള്ളൂ. അപ്പോൾ ആക്ച്വലി ഈ രണ്ട് കാര്യങ്ങളും ഡിവിഡൻഡ് നൽകേണ്ടതും ബോണസ് നൽകേണ്ടതും ബൈലോയിൽ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഡിസൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് ആർ ഡിസൈഡഡ് ആൻഡ് ബോത്ത് ആർ പെയ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് ആൻഡ് ദ മാനർ സ്പെസിഫൈഡ് ഇൻ ദി ബൈലോയിൽ പറയുന്നതിനനുസരിച്ച് കൊണ്ട് മാത്രം നൽകേണ്ടതാണ് ഈ ബോണസും ഡിവിഡൻറ്റും എന്ന് പറയുന്നത്. Thereafter, remaining the profit is used to constitute non-statutory reserves as stated in the bylaw and the resolution passed by the managing committee. അപ്പോൾ റിസർവ്സുകൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവിഷൻസുകൾക്കനുസരിച്ച് കൊണ്ടായിരിക്കണം. ആ റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് പാസ്സാക്കിയിട്ടുള്ളത് പോലെ മാത്രമേ പ്രോഫിറ്റിൽ നിന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവ്സുകളിലേക്കും മാറ്റിവെക്കാനായിട്ട് പാടുള്ളൂ. അപ്പം നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സിലേക്ക് ഒരു പ്രോഫിറ്റിൻ്റെ നിശ്ചിത ശതമാനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈലോയിൽ സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റി റെസൊല്യൂഷൻസുകൾ പാസ്സാക്കിയിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്നുള്ളതും നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് കോമൺ ഗുഡ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ്സ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ആൻഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ റിസർവ്സ് എക്സെട്ര. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. പറഞ്ഞ ടോപ്പിക്കുകൾ ഇത്രയാണ്. സീക്രട്ട് റിസർവ്സ്, ദെൻ സീക്രട്ട് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് സീക്രട്ട് റിസർവ്സ്, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളുടെ രണ്ട് റിസർവ്സുകളായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളും നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകളും, അതിലേതൊക്കെ റിസർവ്സുകളാണ് ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിലും വരിക എന്നുള്ളതും, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സും ദെൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ടിലും റൂൾസ് അതിൻ്റെ പ്രൊവിഷൻസുകളിൽ സൊസൈറ്റിയുടെ ബൈലോയിൽ എന്തെല്ലാം റൂളുകളാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്.